എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു നാടൻ സ്റ്റൈൽ മീൻ പൊള്ളിച്ചതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അധികം സ്പൈസി അല്ലാത്തൊരു മീൻ പൊള്ളിച്ചതാണ്. നല്ല ടേസ്റ്റിയാണ്. ഏത് മീൻ വേണമെങ്കിലും മീൻ പൊള്ളിക്കാൻ എടുക്കാവുന്നതാണ്. അത്യാവശ്യം കഴമ്പുള്ള ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ തിലോപ്പിയ അല്ലെങ്കിൽ പിലോപ്പിയാണ് എടുത്തിട്ടുള്ളത്. 2 മീൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മീനിൻ്റെ 2 വശത്തും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഏത് മീൻ എടുത്താലും വരഞ്ഞു കൊടുക്കാൻ മറക്കരുത്. വരഞ്ഞു കൊടുത്താൽ മാത്രമാണ് മസാല അതിലേക്ക് നന്നായി പിടിക്കുകയും ആ ഒരു ഫ്ലേവറൊക്കെ മീനിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ആദ്യം തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 തണ്ട് അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതില്ലാത്തവർ പച്ചമുളക് ചേർത്താലും മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റ് ആയതോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വരഞ്ഞു വെച്ചിട്ടുള്ള മീനിലേക്ക് ഈ ഒരു മസാല നല്ലതുപോലെ തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ തേച്ച് കൊടുത്തതിന് ശേഷം മീൻ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഒന്ന് മാറ്റി വയ്ക്കുക. നല്ലപോലെ മസാല പിടിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മീൻ പൊള്ളിച്ചെടുക്കുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്പ് ആദ്യം മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻ ഇട്ട് കൊടുത്തിട്ട് 2 വശവും കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 50% ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ 2 വശവും ഏകദേശം ഒരു 2 മിനിറ്റ് വീതമൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. മീൻ ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് കുറച്ച് മസാല തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കൊത്തിയരിഞ്ഞ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയോ ഒരു വലിയ സവാളയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓരോരുത്തർക്ക് ആവശ്യമുള്ള മസാല അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും പെട്ടെന്ന് വഴണ്ട് വരാനും ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ഈ സമയത്ത് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പൊടികൾ കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിലിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മസാല നന്നായി വഴണ്ടതിന് ശേഷം മാത്രം ഓഫ് ചെയ്യാം. ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇലയുള്ളവർ അതെടുക്കാവുന്നതാണ്. വാഴയിലുള്ളവർ ഞാനിവിടെ ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ ഒരു ചെറിയ പീസ് വാഴയിലാണ് വെക്കുന്നത്. വാഴയിലയുടെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി തക്കാളി മസാല ചേർത്ത് കൊടുക്കാം. മസാല നല്ലതുപോലെ ആവശ്യത്തിന് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കുക. മീനിൻ്റെ മുകളിലേക്കും കുറച്ചുകൂടി മസാല നല്ലതുപോലെ ആക്കി കൊടുക്കാം.
മസാല കൂടി വെച്ച് കൊടുത്തതിന് ശേഷം വാഴയില ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, നന്നായി ഒന്ന് മടക്കി കൊടുക്കുക. അതിന് മുകളിലേക്ക് ഫോയിൽ പേപ്പറും നല്ലതുപോലെ എയർ ടൈറ്റ് ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ ഫോയിൽ പേപ്പറിന് പകരമായിട്ട് വാഴയില ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ വാഴയില എനിക്ക് അധികം കിട്ടാത്തതുകൊണ്ടാണ് ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ 2 മീനും ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കിയെടുത്ത മീൻ പൊള്ളിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് കുഴിയുള്ള ഒരു കടായിയോ മറ്റോ എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനുള്ളിലേക്ക് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. നിങ്ങൾ വാഴയിലാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 ടീസ്പൂൺ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, സാധാരണ വെളിച്ചെണ്ണ. ഇനി ഇത് നല്ലതുപോലെ കവർ ചെയ്ത് വെക്കണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് ഇത് അടച്ച് വെക്കുക. 30 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ, ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അരമണിക്കൂർ ഇങ്ങനെ ചെറിയ തീയിലിരിക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് തയ്യാറായി കിട്ടും. കറക്റ്റായിട്ട് മീനൊക്കെ വെന്ത് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് സ്ലോ കുക്ക് ചെയ്തിട്ട് വരും. നല്ല ടേസ്റ്റാണ്. 30 മിനിറ്റിന് ശേഷം മാത്രം ഇത് തുറന്നു നോക്കുക. കുറച്ച് നേരം കൂടി വെച്ചിട്ട് ചൂട് ചെറുതായൊന്ന് ആറിയതിന് ശേഷമാണ് തുറക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വാഴയിലൊന്നും ഇല്ലാത്തവർ ഇതുപോലെ ഫോയിൽ പേപ്പറിൽ വെച്ചിട്ടും മീൻ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ പൊള്ളിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ വാഴയിലേക്ക് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും വളരെ കുറഞ്ഞ സ്പൈസസും ഒക്കെ മാത്രമേ ഉള്ളൂ. വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല രുചിയുള്ള നല്ല നാടൻ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്